നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺഗ്രസിന് എന്നും വിശ്വസിക്കാവുന്ന ഒരു കോട്ടയായിരുന്നു എറണാകുളം ജില്ല. 2020 വരവോടെ കോട്ടയിൽ ചില്ലറ വിള്ളലുകളൊക്കെ ഉണ്ടായെങ്കിലും എറണാകുളം കോൺഗ്രസിനെ ഒരിക്കലും ചതിച്ചിട്ടില്ല. 2021 തെരഞ്ഞെടുപ്പിൽ 2020 സ്വീകരിച്ച നിലപാടുകൾ കോൺഗ്രസിനെ ഒട്ടൊന്നുലച്ചിരുന്നു. എന്നാൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് പഴയ സ്ഥിതിയിലെത്തിക്കാനായി. പാർലമെൻറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ അത് ഊട്ടി ഉറപ്പിക്കാനായി. എന്നാൽ ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ കോൺഗ്രസിനെയും UDFിനെയും അസ്വസ്ഥപ്പെടുത്തുന്നത് ചെറുതായിട്ടൊന്നുമല്ല. 2020യും NDAയും കൂടി ഐക്യപ്പെട്ടിരിക്കുന്നു. അവരൊരു മുന്നണിയായി വന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നു. ന്യൂജൻ കുട്ടികൾ പറയുന്നത് പോലെ എല്ലാം പെട്ടെന്നായിരുന്നു. ഇതാരും പ്രതീക്ഷിച്ചതായിരുന്നില്ല. വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളോട് വിയോജിപ്പ് രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടിയാണ് 2020. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും എതിർട്ടാണ് അവർ ഇത്രയും കാലം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി ധാരണയുണ്ടാക്കി മത്സരിച്ചെങ്കിലും അത് വിജയിച്ചില്ല. ആ ധാരണ നിലനിന്നുമില്ല. തുടർന്ന് വീണ്ടും പഴയതുപോലെ അവർ ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് LDFിന് ഗുണമാവുകയും ചെയ്തു. UDFിന് ദോഷമാണ് ഉണ്ടായത്. ഇത് എറണാകുളം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും മേൽക്കോയ്മ സ്ഥാപിക്കാൻ LDFിനെ സഹായിച്ചു. കുന്നത്തുനാട്ടിൽ LDF സ്ഥാനാർത്ഥി PV ശ്രീനജൻ വിജയിച്ചത് 2020യുടെ മത്സരം കാരണമായിരുന്നെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. അങ്ങനെ വിജയിച്ചെങ്കിലും ശ്രീനജൻ പിന്നീട് അവരുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുകയാണ് ഉണ്ടായത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ 2020 സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നത് UDFിന് ഏറെ ഉപകാരമായി. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2020 സ്ഥാനാർത്ഥിയെ നിർത്തിയെങ്കിലും UDFിന് അവരുടെ കോട്ട കാക്കാനായി. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ വിചിത്രമായ ഒരു സഖ്യമാണ് രൂപപ്പെട്ടത്. 2020യെ നേരിടാൻ LDFും UDFും SDPIയും PDPയും ചേർന്നൊരു മുന്നണി രൂപപ്പെട്ടു. ഈ ഐക്യപ്പെടൽ 2020യെ നന്നേ ബാധിച്ചു. പ്രതിപക്ഷമില്ലാതെ ഭരിച്ചിരുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൽ 2020ക്ക് പ്രതിപക്ഷമുണ്ടായി. പുതുതായി അവർക്ക് 2 പഞ്ചായത്തുകൾ ലഭിച്ചെങ്കിലും കയ്യിലിരുന്ന 2 പഞ്ചായത്തുകൾ നഷ്ടമായി. എറണാകുളം ജില്ലയിൽ 79 വാർഡുകൾ അവർ ഒറ്റയ്ക്ക് നേടാനായെങ്കിലും പൊതുവെ നോക്കിയാൽ പരാജയമാണ് ഉണ്ടായത്. ഇവിടെയാണ് 2020ക്ക് ഒരു തിരിച്ചറിവ് രൂപപ്പെട്ടത്. ഈ രീതി മുന്നോട്ട് പോയാൽ ഇരു മുന്നണികളും ചേർന്ന് അവരെ വിഴുങ്ങുമെന്നവർക്ക് ഉറപ്പായി. ശക്തമായ ഒരു പിൻബലം അവർ കൊതിച്ചു. അതിൽ നിന്നാണ് NDA 2020 സഖ്യം രൂപപ്പെട്ടതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. ഈ ഒത്തുചേരൽ ഇരു മുന്നണികളെയും ബാധിക്കുമെങ്കിലും കൂടുതൽ ബാധിക്കുക കോൺഗ്രസിനെ ആയിരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിച്ചാൽ ജില്ലയിലെ 8 മണ്ഡലങ്ങളിൽ 2020 തനിച്ച് മത്സരിച്ചപ്പോൾ 15.30% വോട്ട് നേടിയിരുന്നു. BJPയുടെ ശരാശരി വോട്ട് ശതമാനം 10 മുതൽ 12% വരെയാണ്. ഈ 2 വോട്ട് ബാങ്കുകളും കൂടി സംയോജിക്കുന്നതോടെ NDAയുടെ ശക്തി പല മണ്ഡലങ്ങളിലും 25 മുതൽ 30% വളരും. ഇത് കേവലം ഒരു മൂന്നാം കക്ഷി എന്നതിൽ നിന്ന് വിജയസാധ്യതയുള്ള അല്ലെങ്കിൽ വിജയം നിർണ്ണയിക്കുന്ന ശക്തിയായി മാറ്റാനിടയാകും. ഈ സഖ്യം ഏറ്റവും വലിയ തിരിച്ചടി നൽകുന്നത് UDFിനായിരിക്കും. കുന്നത്തുനാട്, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ തുടങ്ങിയ മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന ക്രൈസ്തവ വോട്ടുകളും വികസന താൽപ്പര്യമുള്ള നിക്ഷിപ്ത വോട്ടുകളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020യോടൊപ്പം നിയമസഭാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ വിജയസാധ്യതയുള്ള കോൺഗ്രസിനുമായിരുന്നു ലഭിച്ചിരുന്നത്. ജയസാധ്യതയുള്ള NDA സഖ്യം രൂപപ്പെട്ടതോടെ ഈ വോട്ടുകൾ കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യത കുറയും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെ ഭരണവിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിനായിരുന്നു ലഭിച്ചിരുന്നത്. ഇത് മൂന്നാം ശക്തിയായി മാറിയ NDAയിലേക്ക് കൂടി കേന്ദ്രീകരിക്കും. ഇതോടെ 2020യുടെ ആസ്ഥാനമായ കുന്നത്തുനാട്ടിൽ NDA 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ എത്തും. BJP നിയമസഭാ സീറ്റ് ലക്ഷ്യമിടുന്ന തൃപ്പൂണിത്തറയിൽ ഈ സഖ്യം അവർക്ക് ഗുണം ചെയ്യും. കോതമംഗലം, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ മണ്ഡലങ്ങളിൽ 2020 ശക്തമായ സാന്നിധ്യത്തിലുണ്ട്. ഇവിടങ്ങളിൽ BJPയുടെ വോട്ടുകൾ കൂടി ചേരുമ്പോൾ നിർണായകമാകും. അത് ബാധിക്കുക UDFിനെ ആയിരിക്കും. ഈ 3 മണ്ഡലങ്ങളിലും തൃപ്പൂണിത്തറയിലും നിലവിൽ UDF MLAമാരാണ് ഉള്ളത്. ഇനി അവരുടെ വിജയസാധ്യത ഏറെ അകലെയാണ്. മധ്യ കേരളത്തിലെ രാഷ്ട്രീയ തറയിൽ എന്നും താക്കോൽ സ്ഥാനത്തുള്ള ക്രൈസ്തവ വോട്ടുകളെ സ്വാധീനിക്കാൻ ഈ സഖ്യം BJPയെ ഏറെ സഹായിക്കും. BJPയോട് അകലം പാലിച്ചിരുന്ന ക്രൈസ്തവ വോട്ടർമാർക്ക് NDA മുന്നണിയിലേക്ക് കടന്നു വരാനുള്ള ഒരു സംരക്ഷിത പാലമായി 2020 മാറും. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ കൂട്ടുകെട്ട് നഷ്ടമുണ്ടാക്കുക കോൺഗ്രസിനായിരിക്കും. അത് എത്രത്തോളമെന്നേ കണ്ടറിയാനുള്ളൂ. കോൺഗ്രസിൻ്റെ കാലിടറുമോ അതോ പിടിച്ചു നിൽക്കാനാകുമോ എന്നുള്ളത് വരുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞേ അറിയാനാകൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.